ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലാക്ക് ഹെയർ ഡൈ ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് ഞാനത് വാഷ് ചെയ്ത് കാണിച്ചതാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡൈയുടെ വീഡിയോ. നമ്മൾ ആ ഒരു ഇത്രയും കറുപ്പോട് കൂടി എൻ്റെ കൈ കഴുകിയിട്ട് പോലും കയ്യിൽ നിന്ന് പോകാത്ത അത്രയും രീതിയിൽ നല്ല ക്ലിയറായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്ലാക്ക് ഹെയർ ഡൈ പായ്ക്കാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചെയ്തതെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ട്, ആദ്യം നമ്മൾ ഇതുപോലൊരു ചട്ടി, ഒരു പാത്രം നമ്മൾ അടുപ്പത്തോട്ട് വെക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ സാധനം എന്ന് പറയുന്നത് കടുകാണ്. കടുക് എല്ലാവരുടെ വീട്ടിൽ കാണും. ഞാനിപ്പോൾ ഇത് 3 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് ഒരു പാത്രത്തിനകത്തോട്ടിട്ട് ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രൈ പാനുകളോ ഏതായാലും കുഴപ്പമില്ല, അതിനകത്തോട്ട് നമ്മൾ കടുക് ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുക കേട്ടോ. കടുകിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇത് ഈ ഒരു അടുപ്പിലോട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാവേ. നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കടുകിൻ്റെ ആ ഒരു കറുപ്പ്, ഈ ഒരു കറുപ്പല്ല, നമുക്ക് നല്ല കൺമഷി കറുപ്പിലോട്ട് കടുക് അത്രയും ഫ്രൈ ആവണം കേട്ടോ. അത്രയും ഫ്രൈ ആകും വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ചൂട് കൂടുന്നതനുസരിച്ച് ഇത് പൊട്ടി തെറിക്കും. എന്നിട്ട് ഇത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ പൊട്ടലങ്ങ് നിൽക്കും കേട്ടോ. അപ്പോഴത്തേനും നമുക്കിത് കടുകിൻ്റെ ഫ്രൈ ആ പരുവമാകും. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ അത് കാണിച്ചു തരാം. ഇപ്പോൾ കടുക് പൊട്ടുന്നതാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. കടുക് നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ടോ. പേടിക്കൊന്നും വേണ്ട. ഇത് കുറേയും കൂടെ നല്ലതുപോലെ ഇളക്കി പുകയൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. നല്ല കറുപ്പ് നിറത്തിലാകുമ്പോഴേ നമ്മളിത് ഓഫ് ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ദാണ്ട് ഇത്രയും നല്ലതുപോലെ വറുത്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ട്. പക്ഷെ നമുക്ക് ഈ ഒരു നിറമല്ല വേണത് കണ്ടോ. ഇപ്പോഴും പൊട്ടൽ കഴിഞ്ഞിട്ടില്ല. അപ്പം കുറച്ചുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേണ്ട നമ്മുടെ കടുക് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പരുവമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വെക്കണേ. വേണ്ട, ഇത്രയും നല്ല പോലെ കറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവേ. നമുക്കിത് തണുക്കാൻ വെക്കാം കേട്ടോ. നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെല്ലാം നല്ലതുപോലെ, കടുകിനകത്തൊരു ചെറിയ എണ്ണമയം ഉണ്ട്. അപ്പം നമുക്കിത് നല്ല പോലെ നല്ല ഉണങ്ങി ഒരു ശകലം പോലും വെള്ളം പറ്റാത്ത ഒരു ജാറിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ സാധനം എന്ന് പറയുമ്പോൾ വേണ്ട നമ്മുടെ സവാള തൊലി കേട്ടോ. നമ്മുടെ സവാളയുടെ തൊലിയാണ്. അപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാൽ ഏറ്റവും നല്ലത്. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പം ഒന്നും കാണത്തില്ല. നമുക്ക് അതും കൂടെ ആ ഒരു ചട്ടിക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. നമ്മുടെ വീട്ടിലുള്ള സാധനം 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈയുടെ വീഡിയോ ആണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടുക് എല്ലാവരുടെയും വീട്ടിൽ കാണും, സവാള ഉള്ളിയും എല്ലാവരുടെയും വീട്ടിൽ കാണും. അതിൻ്റെ തൊലി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന നാച്ചുറലായിട്ടുള്ളൊരു ഡൈയുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. രണ്ട് ഈ ഒരു പരുവമായി. ഇതെല്ലാം നമുക്ക് കേട്ടോ കുറേയും കൂടെ നല്ല പോലെ കരിയണം. പുകയൊന്നും കണ്ട ആരും പേടിക്കണ്ട കേട്ടോ, ഇത് സ്വാഭാവികമാണ് കേട്ടോ.
എൻ്റെ സവാളയുടെ തൊലി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഒന്ന് ചൂട് കുറയണമേ. നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പം ആ ഒരു പൊടിയുന്ന രീതി ആകുമ്പം നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കടുക് ഇവിടെ തണുക്കാൻ വെച്ചത് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ആക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും. ഒരു പരുവമാണ് നമ്മുടെ കടുകിന് കേട്ടോ. അപ്പം നമുക്കിനി ആദ്യം കടുക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ. ഉണങ്ങിയ ജാർ എടുക്കണം കേട്ടോ. നല്ലപോലെ ഉണങ്ങിയ ഒരു ജാറിനകത്തോട്ട് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാവേ. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് സവാളയുടെ ആ ഒരു തൊലി ഇതിനകത്തോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അതും കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. സവാളയുടെ തൊലി നമ്മൾ പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് അരിച്ച് ഇതിൻ്റെ കുറച്ച് തരി കാണും, അത് നമുക്ക് വേണ്ട, പൊടി മാത്രം മതി. നമുക്കിതൊന്ന് അരിച്ചെടുക്കാവേ. നമ്മളൊന്ന് അരിച്ചെടുക്കുവാണേ. നമ്മുടെ സവാളത്തൊലി ഇത്രയും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊടിച്ചതും അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കിത് രണ്ടും കൂടെ മിക്സിങ് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ആദ്യം നമ്മൾ കടുക് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണാണ് എടുക്കുന്നത്. 1 സ്പൂണ് നമ്മുടെ കടുക് പൊടിച്ചത് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് പിന്നെ വേണ്ടുന്നത് നമ്മുടെ സവാളയുടെ പൗഡറാണ്. അതും ഞാൻ 1 സ്പൂണോളം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് നമുക്ക് അന്നേരം തന്നെ തലയിൽ തേക്കാവുന്നതാണ്. നര എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് തേക്കാവുന്നതാണ്. പിന്നെ നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് മുടി നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നത്.